നമസ്കാരം. ഫേസസ് ആൻഡ് വാല്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തികച്ചും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞ ഒരു പരിപാടിയാണ് പ്രേക്ഷകർക്കായി നമ്മൾ കാഴ്ചവെക്കുന്നത്. ഇന്നാദ്യം SCMS എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രേക്ഷകർ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാദേവിയെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആശയദാരിദ്ര്യം ഉണ്ടാവില്ല. അതുമാത്രമല്ല, നൂതനാശയങ്ങൾ ഇത്തരക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. ഇങ്ങനെ ആശയപ്രപഞ്ചത്തിൻ്റെ നടുവിൽ അനന്യസാധാരണമായി തെളിയുന്ന ഒരു നാമമുണ്ട്. അതാണ് ശ്രീമാൻ ഡോക്ടർ GPC നായർ. വിദ്യാദേവി വാഴുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും കാണണമെങ്കിൽ ശ്രീമാൻ GPC നായരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തണമെന്ന് ഒരു പ്രയോഗം തന്നെ രൂപപ്പെട്ടത് ജീവിത വിജയം എന്ന ആത്യന്തിക ലക്ഷ്യം നേടാൻ ഒരാളെ ഇദ്ദേഹം പ്രാപ്തനാക്കുന്നു എന്ന സത്യത്തിൽ നിന്നാണ്. നൂതനാശയങ്ങളുടെ കളിത്തോടനായ ഡോക്ടർ GPC നായർ തൻ്റെ ആശയങ്ങൾക്ക് മജ്ജയും മാംസവും ആത്മാവും ആത്മവിശ്വാസവും നൽകി സൃഷ്ടിയുടെ ആദ്യ നാൾ പിന്നിട്ടപ്പോൾ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് രൂപപ്പെട്ടു. പബ്ലിക് റിലേഷൻ ഒരു കലയും കച്ചവടവുമാണെന്ന് കണ്ടെത്തിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെടാവുന്ന ഇദ്ദേഹം കേരളത്തിൻ്റെ മനുഷ്യവിഭവത്തിൻ്റെ മേലാണ് തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണ്ടെത്തി. ഫലമോ നിഷ്ക്രിയമായിരുന്ന ഒരു തലമുറ പെട്ടെന്ന് ചലനാത്മകമാവുകയായിരുന്നു. വിജയത്തിൻ്റെ വിളവെടുപ്പ്, അതിൻ്റെ സൂത്രവാക്യം അത്ര പെട്ടെന്ന് ആർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ശ്രീമാൻ നായർ ഒരു ചുവട് മുന്നിൽ കയറി നടക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഭവ സമ്പത്ത് നമ്മുടെ മനുഷ്യവിഭവശേഷിയാണ്. ഈ മനുഷ്യവിഭവത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സായി വളർത്തിക്കൊണ്ടുവന്ന ദീർഘദൃഷ്ടിയുള്ള ആളാണ് ഡോക്ടർ GPC നായർ. നമ്മുടെ മനുഷ്യവിഭവശേഷി രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ ഇദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രരേഖയായി മാറിയിരിക്കുകയാണ് SCMS എന്ന സ്ഥാപനം. ഡോക്ടർ നായരുടെ ദീർഘവീക്ഷണം സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനുള്ള മുൻതൂക്കം വെളിപ്പെടുത്താൻ ഉപയുക്തമായിരിക്കുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രീമാൻ നായർ സജീവ സാന്നിധ്യമായതിൻ്റെ രാശിപ്പൊരുത്തവും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിവൈഭവം തന്നെ. ആ വൈഭവത്തിൻ്റെ തങ്കത്തിളക്കം അനുഭവിച്ചറിയാൻ അവസരം ലഭിച്ചാൽ ആരാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനങ്ങളെല്ലാം തന്നെ സർഗധനരായ ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ എണ്ണപ്പെട്ടതും കിടയറ്റതുമായ സംഭാവന നൽകിയ ചരിത്രമാണുള്ളത്. കറുകുറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ 10ഓളം സ്ഥാപനങ്ങൾ SCMSൻ്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ ഇവിടെ സാധ്യമായി എന്ന് മാത്രമല്ല, കോടികളുടെ സാമ്പത്തിക നേട്ടം നമ്മുടെ സംസ്ഥാനത്തിനും നേടിക്കൊടുക്കാൻ SCMS സാഹചര്യമൊരുക്കിയത് എപ്രകാരമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിഭാധനനായ ഈ കർമ്മയോഗി. SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിൽ ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾ കറുകുറ്റിയിൽ സ്ഥാപിച്ചിട്ടുള്ള SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന എഞ്ചിനീയറിംഗ് കോളേജ്. 2001 അംഗീകാരം നേടി പ്രവർത്തനം ആരംഭിച്ചതു മുതൽ വ്യക്തമായ ഒരു അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ നേതൃത്വം നൽകിയ ഇതിൻ്റെ പ്രിൻസിപ്പലിൻ്റെ സംഭാവന നിസ്തുലമാണ്. ഇതിന് റിപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റേതുൾപ്പെടെ എല്ലാവരുടെയും സഹകരണവും നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അച്ചടക്കമുള്ള 1000ഓളം ഉദ്യോഗാർത്ഥികളെ സമൂഹത്തിന് സംഭാവന നൽകാൻ ഈ സ്ഥാപനത്തിനായി. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉന്നത വിജയം പ്രധാനമായും അതിൻ്റെ ഡിസിപ്ലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ് SCMS. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മനുഷ്യ വിഭവശേഷിയാണ്. ഈ മനുഷ്യ വിഭവശേഷിയെ ഫലവത്തമായി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. 2001 സ്വാശ്രയ മേഖലയിൽ 10 എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുവാനുള്ള അനുവാദം കിട്ടിയപ്പോൾ അതിൽ SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന ഈ എഞ്ചിനീയറിംഗ് കോളേജ് SCMS ഗ്രൂപ്പ്
നേതൃത്വത്തിലാണ് ഇത് തുടക്കം ആരംഭിച്ചത്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇന്ന് ഈ SEMS എഞ്ചിനീയറിംഗ് കോളേജ് വളർച്ചയുടെ പാതയിലാണ്. തുടക്കത്തിൽ 4 ബ്രാഞ്ചുകളിലാണ് ഇവിടെ അഡ്മിഷൻ നടത്തിയിട്ടുള്ളത്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. Within a very short span of 7 years, we have established the credibility of our engineering college, and that has become one of the most preferred colleges among the prospective students and parents who are seeking admission in the college. This has happened because of the infrastructure facilities provided. We have created an excellent academic ambience in the campus. You are aware that the quality of any education system depends upon the parameters like infrastructure facilities, quality level of the students' input, the commitment and motivational level of the faculty, and the dynamic leadership with a mission and vision. കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനമായി SCMS ഉയർത്തപ്പെട്ടതിൽ അഭിമാനിക്കുന്ന ശ്രീമാൻ GPC നായർക്ക് ചാരിതാർത്ഥ്യത്തിന് അവകാശമുണ്ടാക്കുന്ന പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ സഹായിച്ച സ്ഥാപനം എന്ന നിലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമാകാൻ SCMSന് സാധിച്ചിട്ടുണ്ട്. SCMSലെ വിദ്യാർത്ഥി എന്നറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നവരാണ് മുഴുവൻ കുട്ടികളും. കാരണം ഉദ്യോഗം നേടാൻ പലപ്പോഴും ഈ മേൽവിലാസം അധിക വെയിറ്റേജായി മാറുന്ന പ്രവണതയാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ സന്തുഷ്ടരാക്കുന്നത്. I'm Gopi Suresh, doing my mechanical engineering in this college. The main reason why I joined this college is because of the high quality education provided by the various faculty members who are highly qualified, highly supportive and very encouraging to the students. I chose this college because it is the most renowned college in all over Kerala. I'm a hostelite, and I assure you that this college provides you the maximum entertainment plus education in your college life. The quality of education provided by the college and the faculty members over here are excellent. They take utmost care to ensure the overall development of the student. This college is renowned for its excellent teaching facility. The infrastructure facilities available over here. Started with a BTech course, and it now have a variety of courses such as MTech, MCA, and which can accommodate a large number of students. More than 420 students are available. This college can accommodate more than 420 students in every year, every batch. We have 6 branches, which include automobile engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, civil engineering, and computer science. ഡോക്ടർ GPC നായരുടെ കാഴ്ചപ്പാടുകളുടെ അടിത്തറ പാകിയതിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ ഒരേ മനസ്സോടെ എല്ലാ കുടുംബാംഗങ്ങളും കൂടെ നിന്നുവെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഫാക്കൽറ്റിയുടെ സഹായവും കൂടിയായപ്പോൾ ഉദ്യോഗാർത്ഥികളെ തികച്ചും പ്രൊഫഷണൽ ഔട്ട്ലുക്ക് ഉള്ളവരാക്കാൻ സാധ്യമാക്കി. ഇതുതന്നെയാണ് SCMSൻ്റെ മികച്ച നേട്ടത്തിന് ആധാരം. ഒരു എഞ്ചിനീയറിംഗ് കോളേജാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാന ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കണം. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നീ 3 ബ്രാഞ്ചുകളാണ് എഞ്ചിനീയറിംഗിൻ്റെ അടിസ്ഥാന ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞത്. അതിൽ നിന്നുള്ള ഡീവിയേഷൻസോ ഡൈവേർഷൻസോ ആണ് മറ്റ് ബ്രാഞ്ചുകൾ. അപ്പോൾ അതെല്ലാം അത് വേണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇതാണ് പ്രാഥമികമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വേണ്ടെന്ന് ഞങ്ങൾ കരുതിയതും അതുകൊണ്ടാണ്. അതുകൊണ്ടൊരു പ്രത്യേക ഗുണമുണ്ടായത് അന്ന് തൊട്ട് തന്നെ ഞങ്ങളെ നാഷണൽ ലെവലിൽ തന്നെ അംഗീകരിക്കപ്പെട്ടു ഏറ്റവും നല്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന രീതിയിൽ. കാരണം ഈ ബ്രാഞ്ചുകളുള്ളവർക്കാണ് ആ അംഗീകാരം കിട്ടുക. കുട്ടികൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ സിസ്റ്റം അനുസരിച്ച് തന്നെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമാണ്. അതിനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഉഴപ്പാനോ കറങ്ങി കിടക്കാനോ ഒന്നും സമ്മതിച്ചാൽ അവർക്കതിന് സമയം കിട്ടാത്ത തരത്തിൽ അവിടെ കുട്ടികൾക്ക് ജോലി കൊടുക്കും. അധ്യാപകർ ജോലി കൊടുക്കുന്നത് മാത്രമല്ല, അധ്യാപകർ കൂടെ നിന്ന് അവരെ ഏൽപ്പിക്കുന്ന ജോലികൾ പരിപൂർണമായിട്ടും നടപ്പിൽ വരുത്താനായിട്ട് അധ്യാപകർ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ അധ്യാപകരും കുട്ടികളും ചേർന്നുള്ള കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങളുടെ കോളേജ് ഏറ്റവും അധികം
താല്പര്യത്തോടെ പേരൻസും കുട്ടികളും നോക്കിക്കാണുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുന്നതിൽ ഇത്തരം സ്ഥാപനങ്ങൾ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ലെന്ന് നാം മനസ്സിലാക്കണം. ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ തീർച്ചയായും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പശ്ചാത്തലമാണ് SCMSൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ പൊതുവായിട്ട് CMS ഗ്രൂപ്പിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും, ഞങ്ങളുടെ മെക്കാനിക്കൽ ലാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അത്രയും നല്ല ലാബ് ഇല്ലെന്നാണ് അവിടെ വന്ന് കണ്ട പല ആളുകളും പറഞ്ഞത്. 40-40ഓളം ലേത്തുകളും മറ്റു തരത്തിലുള്ള ഷേപ്പിംഗ് മെഷീൻ, പ്ലെയിനിങ് മെഷീൻ തുടങ്ങിയ ഡ്രില്ലിംഗ് മെഷീൻ തുടങ്ങിയ ഒരുപാട് മെഷീനറികൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ എന്താവശ്യമാണോ അതെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഹൈഡ്രോളിക്സ് ലാബ്, ഹീറ്റ് എഞ്ചിൻ ലാബ്, ഇലക്ട്രിക്കൽ ലാബ്, എൻവയോൺമെൻറ്റൽ ലാബ് തുടങ്ങിയ സിവിൽ എഞ്ചിനീയറിങ്ങിനും ഇലക്ട്രിക്കലിനും മറ്റ് ബ്രാഞ്ചുകൾക്കും ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒന്നാന്തരം വർക്ക്ഷോപ്പുകളും ലാബുകളും ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത്. സാധാരണ റാഗിങ്ങിൻ്റെ ദുരനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ അസ്വാരസ്യം സൃഷ്ടിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം സാധ്യമാക്കിയിരിക്കുന്നു ഇവിടെ. അതുപോലെ കുട്ടികൾക്ക് താമസിക്കാനായിട്ട് ഞങ്ങൾ 3 ഹോസ്റ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പെൺകുട്ടികൾക്കായിട്ട് 400ഓളം കുട്ടികളെ പാർപ്പിക്കാനുള്ള ഒരു ഹോസ്റ്റലാണത്. ആൺകുട്ടികൾക്ക് 2 ഹോസ്റ്റലുണ്ട്. ഒന്ന് 250 പേർക്ക് പാർക്കാവുന്നതാണ്. അത് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ റാഗിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഫസ്റ്റ് ഇയർ കുട്ടികളെ പ്രത്യേകമായിട്ട് ക്യാമ്പസിൽ താമസിപ്പിക്കുകയും ക്യാമ്പസിന് തൊട്ട് ചേർന്നുള്ള വലിയൊരു ഹോസ്റ്റലുണ്ട്. അവിടെ 450ഓളം ആൺകുട്ടികൾക്ക് പാർക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അവിടെയും എല്ലായിടത്തും വാർഡന്മാരുണ്ട്, അധ്യാപകർ മോണിറ്റർ ചെയ്യും. ഇവിടെ ഒന്നും ഒരു മിസ്ചീഫും കുട്ടികൾ കാണിക്കാൻ ഒക്കാത്ത തരത്തിലുള്ള സംവിധാനമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പേരൻറ്റിന്, അച്ഛനും അമ്മയ്ക്കും സമാധാനത്തോടെ വീട്ടിൽ പോകാവുന്ന ഒരു അന്തരീക്ഷം ഈ കോളേജിലുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പല പേരൻസും ഞങ്ങളുടെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇന്ന് SCMS എഞ്ചിനീയറിംഗ് കോളേജിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തെക്ക് നെയ്യാറ്റിൻകര വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് ചേരുന്നത്. അതായത് ലോക്കൽ കുട്ടികളല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ലോക്കലായിട്ടുള്ള കുട്ടികളോട് ചേരുന്നത്. കാരണം മെരിറ്റുള്ള ആളുകൾ അവർ എവിടെയാകാം, കേരളത്തിൽ ഏത് ഭാഗത്തും ആകാം, ഏത് ഭാഗത്തായാലും അവർ ഓപ്റ്റ് ചെയ്യുന്നത് SCMS എഞ്ചിനീയറിംഗ് കോളേജാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ടാണ് കരുതുന്നത്. കാരണം ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് PG പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് 2 കൊല്ലത്തെ MBAക്ക് തുല്യമായ പ്രോഗ്രാമാണ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് കളമശ്ശേരിയിലുള്ള ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിനോട് ചേർന്നുള്ള ക്യാമ്പസിൽ നടക്കുന്നത്. അതിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബിസിനസ് സ്കൂളുകളിൽ ഒന്നാണ്. അതേ ലെവലിലേക്ക്, അതേ ഗ്രേഡിലേക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിനെയും ഉയർത്താനുള്ളൊരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഒരു 4-5 കൊല്ലത്തിനകം ഞങ്ങൾ നാഷണൽ ലെവലിൽ തന്നെ നല്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള പേര് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്നത് ഫാക്കൽറ്റിയുടെ ഗുണമേന്മയിലൂടെയാണ്. അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ യോഗ്യരായവരെ ഫാക്കൽറ്റിയിൽ ഉൾപ്പെടുത്താൻ ഓരോ സ്ഥാപനവും മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കണം. അല്ലാത്തപക്ഷം സ്ഥാപനത്തിൻ്റെ വളർച്ചയെ ഇത് കാര്യമായി സ്വാധീനിക്കും. ഇത് മനസ്സിലാക്കിയ വ്യക്തിയാണ് ശ്രീമാൻ നായർ. പ്രധാനമായിട്ടും ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇത് എൻ്റെ കാഴ്ചപ്പാടെന്നല്ല. ഇതൊരു പ്രസ്ഥാനം, ഇത് പ്രൊഫഷണലായിട്ട് നടത്തുന്നൊരു പ്രസ്ഥാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നതല്ല. പൈസ വേണ്ടെന്നല്ല, പൈസ വേണം തീർച്ചയായിട്ടും. പക്ഷേ പൈസയ്ക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഞങ്ങളിവിടെ ക്യാപിറ്റേഷൻ മേടിക്കാറില്ല. 1 രൂപ പോലും ഞങ്ങൾ മേടിക്കാറില്ല. ഗവൺമെൻറ്റുമായിട്ട് കരാറിൽ ഏർപ്പെട്ടതിന് അടിസ്ഥാനത്തിലുള്ള ഫീസും മറ്റുമല്ലാതെ 1 രൂപ പോലും എക്സ്ട്രാ ആയിട്ട് റിസീറ്റ് കൊടുക്കാതെ SCMSൽ മേടിക്കാറില്ല. അത് എടുത്തു പറയാൻ കാരണം ഒരുപാട് ഏജൻറ്റുമാർ ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ പരസ്യം കൊടുത്തിരുന്നു. അതായത് എന്താ അവർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിടുക്കരായ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ 85-90% മാർക്കുള്ള കുട്ടികളാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അവരുടെ നിന്ന് പൈസ മേടിക്കും, അല്ലാത്തവരുടെ നിന്നും മേടിക്കും.
ഇപ്പോൾ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഈ കുട്ടിക്ക് ഇവിടെ പ്രവേശനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ മേടിച്ചത് കിട്ടിയ കുട്ടിയുടെ പൈസ കൈവയ്ക്കും, കിട്ടാത്ത കുട്ടിയുടെ പൈസ തിരിച്ചു കൊടുക്കും. അപ്പോൾ പരാതി കാണത്തില്ല. കിട്ടിയ കുട്ടി വിചാരിക്കും ആ പൈസ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അഡ്മിഷൻ കിട്ടിയതാണ് എന്നുള്ള ധാരണയിൽ ആ കുട്ടിയായിരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പത്രങ്ങളിലെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഞങ്ങൾ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ച് ഒരു ഏജൻറ്റിനും ഞങ്ങൾ ചുമതല അഡ്മിഷൻ്റെ ചുമതല നൽകിയിട്ടില്ല. ഒരു ഏജൻറ്റിനും ആരും പൈസ കൊടുക്കരുത്, പൈസ കൊടുത്തിട്ട് ഇവിടെ സീറ്റ് കിട്ടത്തുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ GPC നായരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകം ഇദ്ദേഹം വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കുന്ന സുതാര്യതയും ശുഷ്കാന്തിയുമാണ്. ഒരു വിദ്യാർത്ഥിയും വഞ്ചിക്കപ്പെടാതിരിക്കണമെന്ന ദീർഘവീക്ഷണത്തോടെ സെലക്ഷനിൽ ഏജന്റുമാരുടെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കിയതോടൊപ്പം വലിയ ക്യാപിറ്റേഷൻ വാങ്ങി തീരെ നിലവാരമില്ലാത്ത വിദ്യാർത്ഥികളെ കുത്തിത്തിരികുന്ന ഏർപ്പാടും ഒഴിവാക്കിയിട്ടുണ്ട്. ഫലത്തിൽ ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാർത്ഥിക്ക് കൈപൊള്ളാതെ തന്നെ നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് സാഹചര്യമൊരുക്കുകയാണ് ശ്രീമാൻ GPC നായർ. SCMSലെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനം വളരെ സുതാര്യമായിട്ടാണ് നടത്തുന്നത്. ഒരു കുട്ടിക്ക് +2 കിട്ടുന്ന മാർക്കും എൻട്രൻസിൽ കിട്ടുന്ന സ്കോറും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 1000, 2000, 5000 എത്ര പേര് ചേർന്ന് വെച്ചാൽ അത്രയും പേരുടേതും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പല ദിവസങ്ങളായിട്ട് 1 തൊട്ട് 200 വരെ ഒരു ദിവസം വിളിച്ചിട്ട് 1ാം റാങ്ക് വരുന്ന കുട്ടിക്ക് അയാൾ ആവശ്യപ്പെടുന്ന ബ്രാഞ്ച് കൊടുക്കും. ഏത് ബ്രാഞ്ചാണോ അയാൾക്ക് കൊടുക്കും. അങ്ങനെ 1, 2, 3 ഒരു ബ്രാഞ്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബ്രാഞ്ച് കൊടുക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ ചോയ്സിനുള്ള റാങ്ക് കിട്ടാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും നല്ല മാർക്കുള്ള കുട്ടിക്ക് അവൻ ചോദിക്കുന്ന റാങ്ക് കിട്ടാൻ പോകുന്നില്ല. താഴോട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഈ 210 സീറ്റ് തീരുന്നതിനും വരെയും ഞങ്ങൾ കൊടുക്കും. ഞങ്ങളുടെ NRI സീറ്റാണെങ്കിൽ അതിനും ഞങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NRI എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ഫീ ഒന്നുമില്ല. ഗവൺമെൻറ്റുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫീ മാത്രമേ ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ 6 കോഴ്സുകളാണ് SCMSൻ്റെ കറുകുറ്റി ബ്രാഞ്ചിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടുള്ളത്. കൂടാതെ MTechൽ കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ ഡിസൈൻ എന്നൊരു കോഴ്സും ഇവിടെ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം പുതിയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിലുമാണ്. വളരെ മികച്ച ലാബ് സൗകര്യമാണ് ആവശ്യമെന്നതിനാൽ അക്കാര്യത്തിൽ 100% ഉറപ്പ് നൽകാനും ഡോക്ടർ തയ്യാറാകുന്നു. അതുപോലെ തന്നെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യുമെന്ന ഉറപ്പും ഇദ്ദേഹം പാലിക്കുന്നു. ഇക്കാര്യത്തിൽ സുവ്യക്തമാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. യാതൊരു ഹിഡൻ അജണ്ടയും ഫീസിൻ്റെ കാര്യത്തിൽ ഇല്ലെന്ന് സാരം. ഞങ്ങളുടെ കോളേജിലെ ഫീസ് സ്ട്രക്ചറും ഗവൺമെൻറ്റും ഞങ്ങളുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കൊല്ലം ഫിക്സ് ചെയ്ത രീതിയിൽ തന്നെയായിരിക്കും ഈ കൊല്ലവും ഉണ്ടാകുക. കഴിഞ്ഞ കൊല്ലം ഒരു കുട്ടിയിൽ നിന്നും ജനറൽ കാറ്റഗറിയിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിലേക്ക് 90,000 രൂപ വരെ ഫീസ് പിരിക്കാം എന്ന് ഗവൺമെൻറ്റും ഞങ്ങളുമായിട്ട് കരാറിൽ വ്യവസ്ഥ ചെയ്തെങ്കിലും ഞങ്ങൾ 75,000 രൂപ വെച്ച് മാത്രമേ ഫീ ഫിക്സ് ചെയ്തുള്ളൂ കഴിഞ്ഞ കൊല്ലം. ഇക്കൊല്ലവും അതേ ഫീ തന്നെ നിലനിർത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. കരാറിൽ ഞങ്ങൾ എന്ത് വ്യവസ്ഥ ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ച് ജനറൽ കാറ്റഗറി മാനേജ്മെൻറ്റ് കോട്ട സീറ്റിൽ 75,000 രൂപയായിരിക്കും ഫീസ്. ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ടൈമിൽ അതിന് പുറമെ 1.5 ലക്ഷം രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റായിട്ടും ഓരോ കുട്ടിയും തരണം. NRI കോട്ടയിലാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റും ആനുവലി 1.5 ലക്ഷം രൂപ ട്യൂഷൻ ഫീയും. അതാണ് കഴിഞ്ഞ കരാറിൽ വ്യവസ്ഥ ചെയ്തത്. അതേ വ്യവസ്ഥ ഇക്കൊല്ലവും പാലിക്കുന്നതായിരിക്കും. എന്ത് കരാറിൽ ഞങ്ങൾ ഇക്കൊല്ലം എന്ത് വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞാലും ഇതിനപ്പുറമായൊരു ഫീസ് സ്ട്രക്ചർ ആകാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇത് വെച്ചുകൊണ്ട് ഈ കോളേജ് ഭംഗിയായിട്ട് നടത്താം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ സോഴ്സുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഡോക്ടർ GPC നായർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനം സംസ്ഥാനത്തിന് ഗുണകരമായി ഭവിക്കണമെന്ന യാഥാർത്ഥ്യബോധമാണ് സഹജീവികൾ പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇനിയും മികച്ച സംഭാവന നൽകാൻ ഇദ്ദേഹം തയ്യാറാകും. അതെ, ശ്രീമാൻ GPC നായർ വലിയൊരു പ്രതീകമാണ്.
ഇത് തിരിച്ചറിയുകയാണ് നമ്മുടെ ധർമ്മം. ഇവിടെ അവസാനിക്കുന്നില്ല ഇത്തരം നാട്ടറിവുകൾ. അറിവുകളുടെ ഒരു പരമ്പര ഇനിയും നമ്മൾ പ്രേക്ഷകർക്കായി കാഴ്ചവെക്കുന്നതായിരിക്കും. അതുവരയ്ക്കും കാത്തിരിക്കുക. ദിസ് ഇസ് അഖില സൈനിങ് ഓഫ്. ടേക്ക് കെയർ.